വീണ്ടും തകർന്ന് സ്വർണ്ണവില. ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നലെ രാവിലെയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നേരിട്ടെങ്കിലും രാത്രിയോടുകൂടി മാർക്കറ്റുകൾ കൂപ്പുകുത്തുകയായിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വെള്ളിയാഴ്ച മീറ്റിങ്ങോടുകൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടക്കുമെന്നുള്ള ഒരു അഭ്യൂഹമായിരുന്നു. എന്നാൽ അതൊന്നും നടക്കാതിരുന്നതോടുകൂടി മാർക്കറ്റുകൾ രാത്രി വൈകിയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇപ്പോൾ 2497 ഇന്ത്യൻ മാർക്കറ്റ് MCX 71,455 എത്തി നിൽക്കുകയാണ്. സ്വർണ്ണവില ഇന്ന് ഒറ്റയടിക്ക് ഒരു പവന് 320 രൂപ കുറഞ്ഞ് 53,440 വ്യാപാരം നടക്കുന്നത്. അതേസമയം സ്വർണ്ണവില ഇന്നലെ ഒരു പവന് 400 രൂപ കൂടുകയായിരുന്നു, 53,760 കുതിക്കുകയായിരുന്നു. 24K തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവാണിപ്പോൾ നേരിടുന്നത്. ഗ്രാമിന് 7,260, തൃശ്ശൂരിൽ 48 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 9 മന്ത്സ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 400 മുതൽ 500 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വിലയും കുറഞ്ഞു. ഗ്രാമിന് 89-ലും 10 ഗ്രാമിന് 890-ലുമാണ് വ്യാപാരം നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തോടുകൂടി പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു വിപണി. എന്നാൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു ചർച്ചകൾക്കൊന്നും വഴിവെച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള ചർച്ച വിജയിക്കുകയാണെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ തന്നെ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിലും സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും. ഒരു പവന് 60,000 കടന്ന് മുന്നേറിയേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.